2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കേരളം ഉറ്റുനോക്കുകയാണ്. പതിവ് പോലെ തന്നെ ഇടതു വലതു മുന്നണികൾ തമ്മിലുള്ള കനത്ത മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി LDF അധികാരത്തിലാണ്. 2016 ഉമ്മൻചാണ്ടി സർക്കാരിനെ പരാജയപ്പെടുത്തി അധികാരത്തിലെത്തിയ ശേഷം 2021 വിജയിച്ച് തുടർച്ചയായി രണ്ടാം വട്ടം അധികാരം നിലനിർത്തിയിട്ടുണ്ട്. ഇതുവരെ സംസ്ഥാനത്ത് ഇടതു വലതു മുന്നണികൾ പരസ്പരം അധികാരം പങ്കിട്ടിട്ടുണ്ടെങ്കിലും 2021 ആദ്യമായി ഈ പാരമ്പര്യം തകർക്കാൻ LDFന് കഴിഞ്ഞു. അതിനാൽ 2026 UDF ശക്തമായ തിരിച്ചുവരവ് നടത്തുമോ, അതോ LDF തുടർച്ചയായി 3ാം തവണയും അധികാരത്തിൽ തുടരുമോ എന്നത് രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധേയമാണ്. 10 വർഷം നീണ്ട ഇടതുഭരണം കാരണം UDF തിരിച്ചുവരാനുള്ള സാധ്യത ഏറെയാണ്. LDFന് എതിരായ പ്രതീക്ഷകളും ജനരോക്ഷവും അതിന് ഗുണകരമാകും. എന്നാൽ കോൺഗ്രസിലെ തർക്കങ്ങളും സഖ്യകക്ഷികളുടെ ആവശ്യങ്ങളും വിജയസാധ്യതയെ ഒരുപക്ഷെ ബാധിച്ചേക്കാം. മുസ്ലിം ക്രൈസ്തവ വോട്ടുകൾ നിലനിർത്താനായാൽ UDF തിരിച്ചുവരാനിടയുണ്ട്. BJP ഹിന്ദു വോട്ടുകൾ അടർത്തുമെങ്കിൽ ചില മണ്ഡലങ്ങളിൽ UDFന് തിരിച്ചടിയാകാം. അതേസമയം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ചുമതല പ്രിയങ്ക ഗാന്ധി MP ഏറ്റെടുക്കും. സംസ്ഥാന പാർട്ടി നേതൃത്വത്തിലെ ഉൾപോരും വർഗീയതയും കണക്കിലെടുത്താണ് പ്രചാരണ നേതൃത്വം പ്രിയങ്കയെ ഏൽപ്പിക്കാൻ ഹൈക്കമാൻഡിന്റെ നീക്കം. ഇത് സംബന്ധിച്ച നിർദ്ദേശം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി പ്രിയങ്ക ഗാന്ധിയെ അറിയിച്ചു കഴിഞ്ഞു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 തവണയും കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യത്തോടെയാണ് ഹൈക്കമാൻഡ് നോക്കിക്കാണുന്നത്. വീണ്ടും തോൽവി വഴങ്ങുന്നത് കോൺഗ്രസിന്റെയും UDFന്റെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്. പ്രചാരണത്തിനായി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കും. ഈ കമ്മിറ്റിയാകും സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുക്കാൻ പിടിക്കുക. കഴിഞ്ഞ മാസം കേരളത്തിലെ നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ഹൈക്കമാൻഡ് ചർച്ച നടത്തിയിരുന്നു. ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധിയും സജീവമായി പങ്കെടുത്തു. അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് നേതാക്കൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് ഹൈക്കമാൻഡ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ വന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ജനപ്രിയരായ സീനിയർ നേതാക്കളെ മത്സര രംഗത്തിറക്കാനാണ് ആലോചന. മുൻ KPCC പ്രസിഡന്റുമാരായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, മുൻ മന്ത്രി N ശക്തൻ തുടങ്ങിയവരെ രംഗത്തിറക്കാനാണ് ആലോചന. തുടർച്ചയായി കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ലാത്ത കോഴിക്കോട് മുല്ലപ്പള്ളിയെ കളത്തിലിറക്കുന്നത് ജില്ലയിൽ കോൺഗ്രസിന് ഉണർവേകുമെന്നാണ് വിലയിരുത്തൽ. തൃശൂർ ജില്ലയിൽ VM സുധീരൻ, തിരുവനന്തപുരത്ത് N ശക്തൻ, K മുരളീധരൻ തുടങ്ങിയവരെയും സ്ഥാനാർത്ഥികളാക്കിയേക്കും. ശക്തൻ വീണ്ടും മത്സരിച്ചാൽ കഴിഞ്ഞ തവണ നഷ്ടമായ നാടാർ വോട്ടുകൾ തിരിച്ചുപിടിക്കാനായേക്കുമെന്നാണ് കണക്കുകൂട്ടൽ. 2026 തിരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചുവരാൻ സാധ്യതയുണ്ടെങ്കിലും വലിയ വോട്ടർ മാറ്റങ്ങൾ ഉണ്ടായേ മതിയാവൂ. കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും സഖ്യകക്ഷികളുമായി ചേർന്ന് മികച്ച മുന്നേറ്റം നടത്തുകയും ചെയ്താൽ മാത്രം വിജയസാധ്യത ഉറപ്പാക്കാൻ കഴിയും. എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്.